കൂട്ടുകാർക്ക് നമസ്കാരം. ഞാൻ റീജ. AZB അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജനറൽ ആയിട്ടുള്ള കേരള PSCയുടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് ഷോർട്ട് ലിസ്റ്റുകളൊക്കെ വന്നു അല്ലെ. UPSC LPSCയുടെ ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കുറെ കൺഫ്യൂഷൻസ്, കുറെ ഡൗട്ടുകളൊക്കെ വന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ നമ്മുടെ UPSCയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് താണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് കാണുമ്പോൾ എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഈ ഷോർട്ട് ലിസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഇത് കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി UPSC നടത്തിയ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ ഫോമാണ്. ഇതുണ്ട് ഷോർട്ട് ലിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഒരു ശമ്പളം എന്ന് പറയുന്നത് 35,000 മുതൽ 75,000 രൂപ വരെയാണ് UPSC ഒരു UP സ്കൂൾ അധ്യാപികയുടെ സാലറി സ്കെയിൽ പറയുന്നത്. ഈ എക്സാം നടന്നത് 6/7/2024 അപ്പൊ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം അതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ നമ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നവരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ. ഇവിടം വരെ ഉള്ളൂ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ. പിന്നെ നമ്മൾ കാണുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. ആദ്യം ഈഴവ വിഭാഗത്തിൻ്റെത്, പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് SC വിഭാഗം, അത് കഴിഞ്ഞ് ദാണ്ട് ST വിഭാഗം, പിന്നെ നമുക്ക് മുസ്ലിംസിന്റെ സപ്ലിമെന്ററി കാണാം, പിന്നെ LC, OBC, വിശ്വകർമ്മ, SIUC നാടാർ, പിന്നെ SC അത് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനിലേക്ക് പോയവർ, പിന്നെ ധീവര, ഹിന്ദു നട, പിന്നെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ഡിസബിലിറ്റി പേഴ്സൺ, ഇവർക്ക് 4% റിസർവേഷനും ഉണ്ട്. അതിൽ തന്നെ കണ്ണ് കാണാത്ത അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത, പിന്നെ നമ്മളുടെ ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ളവർ, ഇങ്ങനെ 3 കാറ്റഗറിയിട്ടാണ് തിരിച്ചേക്കുന്നത്. പിന്നെ ASD, SLD, MI മൾട്ടിപ്പിൾ ഡിസബിലിറ്റി പേഴ്സൺസ്, ഇങ്ങനെയാണ് സപ്ലി ഗ്രൂപ്പ്. ഇതാണ് നമ്മളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ലിസ്റ്റിൽ എന്തൊക്കെ നിങ്ങൾ കണ്ടു? നമ്മൾ മെയിൻ ലിസ്റ്റിലുള്ള ആളുകളെ കണ്ടു, സപ്ലിയിലുള്ള ആളുകളെ കണ്ടു, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തന്നെയുണ്ട്. ഇതിനകത്ത് മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് PSC തന്നെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. 215 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ. നമ്മൾ ഇനി ഇതിന് എണ്ണണ്ട, PSC കറക്റ്റ് ആയിട്ട് പറഞ്ഞു 215 പേരുണ്ട്. നിങ്ങളുടെ നമ്പർ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ, ഈ സെർച്ച് എന്ന് അടിച്ച് ഇവിടെ ഇങ്ങനെ ഒരു സെർച്ച് കാണാൻ പറ്റും. PDF ഓപ്പൺ ആക്കുമ്പോൾ സെർച്ച് അടിച്ച് നിങ്ങളുടെ നമ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഓർഡറിലാണ് നമ്പർ കിടക്കുന്നത്, നമുക്ക് നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇവിടെ എത്ര പേർ സപ്ലിമെന്ററിയിലുണ്ട്? 229 പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉള്ളത്. ഇനി എത്ര കാൻഡിഡേറ്റ് ആണ് ഡിഫറൻ്റ് ഏബിൾഡ് ലിസ്റ്റിൽ ഉള്ളത്? 14 പേരാണ്. ബ്ലൈൻഡ്, ഡെഫ്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി എല്ലാവരും കൂടെ 14 പേരേ ഉള്ളൂ. ഇനി എല്ലാവരും കൂടെ എത്ര പേർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു? നമ്മുടെ മെയിൻ ലിസ്റ്റ് പ്ലസ് സപ്ലി എല്ലാം കൂടെ 458 പേർ മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതാണ് നമുക്ക് ഷോർട്ട് ലിസ്റ്റിന്റെ ഒരു നമ്പർ. ഇനി എത്ര പേരാണ് മാർക്ക്, കട്ട് ഓഫ് മാർക്ക് അറിയണ്ടേ? മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കട്ട് ഓഫ് മാർക്ക് 65.33 ആണ്. അപ്പോൾ ഓരോ ജില്ലയ്ക്കും ഓരോ കട്ട് ഓഫ് ആണ്. ഇപ്പോൾ ഒരുപാട് ജില്ലകളുടെ വന്നു, UPSC LPSC ഒക്കെ ഒരുപാട് പേരുടെ വന്നു. അതിൽ ഓരോ ജില്ലയ്ക്കും ഓരോ കട്ട് ഓഫ് മാർക്കാണ്. ഇത് കൊല്ലം ജില്ലയുടെ UPSC മാർക്കാണ് നമ്മൾ കാണുന്നത്. കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് 65.33 മാർക്കാണ്. അപ്പൊ 65.33 മാർക്കും അതിൽ കൂടുതൽ എത്ര മാർക്ക് വാങ്ങിച്ചാലും, ഇപ്പൊ 66 ആണെങ്കിലും 76 ആണെങ്കിലും 86 ആണെങ്കിലും, ഈ 65.33 കൂടിയ എത്ര മാർക്ക് വാങ്ങിച്ചവരാണെങ്കിൽ അവർ മെയിൻ ലിസ്റ്റിൽ കിടപ്പമുണ്ട്. 215 പേരാണ്, 250 കാൻഡിഡേറ്റ്സ് ആണ് ടോപ്പ് മോസ്റ്റ് മാർക്സ് OMR എക്സാമിനേഷൻ വന്നത്, അവർ മെയിൻ ലിസ്റ്റിൽ ഉള്ളത്. അപ്പൊ നമ്മുടെ ടോട്ടൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 229, 215 പേരാണ് 65.33 മാർക്കും അതിൽ കൂടുതലും വാങ്ങിയവർ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സപ്ലിയിൽ കിടക്കുന്ന 229ഉം 14 ഡിസേബിൾഡ് പേഴ്സൺസും ഈ 65.33 എന്നതിൽ കുറവാണ്, ഈ മാർക്കിൽ കുറവാണ് ഇവർ വാങ്ങിച്ചത്. അതുകൊണ്ടാണ് ഇവർ സപ്ലി ലിസ്റ്റിൽ ആയത്. ഇനി ഇവരുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇവർക്ക് എന്തുണ്ട്? ഇവർക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഇപ്പൊ ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്യും, അതിനുശേഷം ഇവരെ ഇന്റർവ്യൂവിന് വിളിക്കും.
ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടി ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിന്റെ പേരാണ് മെയിൻ ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എത്രാമത്തെ നമ്പറാണ്, എനിക്ക് എത്രാമത് കയറാൻ പറ്റും എന്ന് അറിയാൻ പറ്റുന്നത് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ്. ഇപ്പോൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമ്മൾ എത്രാമതാണ് എന്നുള്ളത്. ഈ 215 പേരും അതുപോലെ തന്നെ ബാക്കി ഉൾപ്പെട്ട സപ്ലിക്കാരും ഒക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത്. ഇന്റർവ്യൂവിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. ഒരു 20 മാർക്കിൽ എങ്ങനെയൊക്കെ പോയാലും ഒരു 16, 10, 12 മാർക്കൊക്കെ ഇന്റർവ്യൂവിന് എളുപ്പത്തിൽ കിട്ടും. വളരെ ഈസിയാണ് ഇന്റർവ്യൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. ഇന്റർവ്യൂവിന് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചാൽ ആ മാർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി സപ്ലിയിൽ ഇരിക്കുന്നവർക്ക് ജോലി സാധ്യത ഉണ്ടോ ഇല്ലയോ, അതാണ് നമുക്ക് അടുത്തതായി നോക്കേണ്ടത്. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ AZB അക്കാദമിയിൽ പുതിയ ബാച്ച് കോഴ്സ് ഉണ്ട്. LP UP ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഗുരു എന്നാണ് ഈ ബാച്ചിന്റെ പേര്. ഇപ്പൊ നിങ്ങൾ ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് ഇനി പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലിസ്റ്റിലുണ്ട് പക്ഷേ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ട്, മാർക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ സപ്ലിയിലൊക്കെ താഴെ ആയിരിക്കും, എനിക്ക് ഇപ്രാവശ്യം എന്തായാലും ജോലി കിട്ടില്ല എന്നൊക്കെ ഉറപ്പിക്കുന്നവർ ഉടനെ തന്നെ ജോയിൻ ചെയ്ത് മികച്ച രീതിയിൽ പഠിക്കുക. ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്, സ്റ്റഡി ടൈം ടേബിൾ ഉണ്ട്, ഡെയിലി എക്സാം ഉണ്ട്, SCRT ചാപ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, മോക്ക് എക്സാംസ് ഉണ്ട്, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, നൈറ്റ് മോഡ് കമ്പൈൻഡ് സ്റ്റഡി ബാച്ചും ഉണ്ട്. എക്സാം വരെയാണ് ഈ ഒരു ബാച്ചിന്റെ വാലിഡിറ്റി. 12,000 രൂപയാണ് ഫീസ്. ഇതൊരു ലോങ് ടേം ബാച്ചാണ്. എക്സാമിന്റെ അന്ന് വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അന്ന് വരെ നിങ്ങൾക്ക് മെറ്റീരിയലും ക്ലാസ്സുകളും സിലബസ് റിവിഷൻ ഇതൊക്കെ കിട്ടും. അപ്പോൾ വളരെ മികച്ച അധ്യാപകരിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പഠിക്കാം. ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള ഒരു ബാച്ചാണിത്. ഇതിന്റെ ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാമെങ്കിൽ തന്നെ നിങ്ങളെ പുതിയ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അന്ന് മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പഠിക്കാം. സിലബസ് കംപ്ലീറ്റ് ചെയ്യും, റിവിഷൻ നടത്തും, സ്കൂൾ ബുക്ക് പഠിക്കും, NCERT SCRT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കും. റെക്കോർഡ് അവൈലബിൾ ആണ്. ഏത് സമയത്തും റെക്കോർഡ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പോയി നോക്കി വീണ്ടും ഇതെന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. എത്ര വട്ടം വേണമെങ്കിലും ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു പ്രത്യേകത, നമുക്ക് ഏത് വെളുപ്പിന് ഏത് സബ്ജക്റ്റ് പഠിക്കണം അല്ലെങ്കിൽ രാത്രി ഏത് സബ്ജക്റ്റ് പഠിക്കണം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈഡ് ചെയ്യാം. ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ട്. പിന്നെ എന്താണ്, നിങ്ങൾ ഒരു ഗൈഡിന്റെ ഒരു സഹായം, എപ്പോഴും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. നിങ്ങൾക്ക് പേഴ്സണൽ കോണ്ടാക്ട് വെക്കാൻ ഒരു ആളുണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ വളരെ മികച്ചൊരു ബാച്ചാണ്, മികച്ച ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് വിലയിരുത്തിയിട്ട് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ ഒറ്റ തവണയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ 12,000 രൂപ, 9,000 റുപ്പീസ് നമുക്കൊരു ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഒറ്റ തവണ പേയ്മെന്റ് ആണെങ്കിൽ 9,000, EMI വഴിയാണെങ്കിൽ 12,000. EMI വഴിയാണെങ്കിലാണ് 12,000 ആകുന്നത്. ഒറ്റ തവണയാണെങ്കിൽ 9,000 നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് കൂടി ഉണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. വളരെ ആദ്യത്തെ കുറച്ച് പേർക്കേ ഡിസ്കൗണ്ട് ലഭിക്കുകയുള്ളൂ. ആദ്യം 100 കുട്ടികൾക്കേ ഡിസ്കൗണ്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എത്രയും വേഗം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. ഇനി സപ്ലിക്കാരുടെ സാധ്യതയെക്കുറിച്ച് പറയാം. നമ്മളൊരു കേരള PSC ജോലി കിട്ടുന്നത് റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചാണ്. അപ്പോൾ 1, 2, 3 ഇപ്പോൾ ആദ്യത്തെ ഒരു 10 കുട്ടികളെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾക്ക് 6 പേരും റിസർവ് കാറ്റഗറിയിലുള്ളവരെയാണ് എടുക്കുന്നത്. 4 പേരെയാണ് ഓപ്പൺ കാറ്റഗറി, ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഒന്നാം റാങ്കുകാരൻ ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണെന്ന് വിചാരിക്കുക. 2ാം റാങ്കുകാരൻ ഒരു OBC, 3ാം റാങ്കുകാരൻ ഒരു ഈഴവ കാറ്റഗറി, 4 ഒരു മുസ്ലിം കാറ്റഗറി, 5 ഒരു വീണ്ടും ജനറൽ, 6 ജനറൽ, 7 ജനറൽ, 10 ഒരു SC, 12 പിന്നെയും ജനറൽ, അങ്ങനെ 15 ഒരു ST, ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. പിന്നെ ഒരു 35 ഒരു ഡിസേബിൾഡ് പേഴ്സൺ, ഇങ്ങനെയാണ് പോയേക്കുന്നത്. ബാക്കിയെല്ലാം ജനറലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നാമത് എടുക്കുന്നത് ഈ 1, ഇത് 2 അങ്ങനെയല്ല എടുക്കുന്നത്. ഇതൊരു റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ടേ പറയുന്നുള്ളൂ, കറക്റ്റ് റൊട്ടേഷൻ ചാർട്ട് പ്രകാരം പറയുന്നില്ല. ഒന്നാമത് എടുക്കുന്നത് ഡിസേബിൾഡ് പേഴ്സണെയാണ്.
ഡിസേബിൾഡ് പേഴ്സൺ തന്നെ ബ്ലൈൻഡ് ഉണ്ട്, ലോക്കോമോട്ടീവ് ഉണ്ട്, ഡെഫ് ഉണ്ട്, മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി ഉണ്ട്. അതിൽ തന്നെ ബ്ലൈൻഡിനെയാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ബ്ലൈൻഡ് ഇല്ലെങ്കിൽ ഡെഫിലേക്ക് പോകും, അതുമില്ലെങ്കിൽ ലോക്കോമോട്ടീവിലേക്ക് പോകും. അങ്ങനെയാണ് 4% ആണ് ഇവർക്ക് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഡിസേബിൾഡ് കാറ്റഗറിക്ക് കിട്ടും. രണ്ടാമതാണ് ജനറൽ കാറ്റഗറി എടുക്കുന്നത്. മൂന്നാമത് ഒരു ഇപ്പോൾ ഈഴവയോ അല്ലെങ്കിൽ മുസ്ലിം അങ്ങനെ പോകും. അപ്പോൾ ഈഴവ മൂന്നാമത്തെ റാങ്കുകാരൻ ഇവിടെ വരും. ഇനി കണ്ടോ, ആദ്യം കിട്ടിയത് 35ാമത് കിടന്ന് ഡിസേബിൾഡ് പേഴ്സൺ ആണ്. ഇനി ഈ ഒരു ഈഴവ ഈ ആദ്യത്തെ ഗ്രൂപ്പുകളിലൊന്നുമില്ല, 62ാമതായിരിക്കുന്നെങ്കിൽ അയാളായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ രണ്ടാമത്തെ മുസ്ലിം, ഇപ്പൊ ആദ്യത്തെ മുസ്ലിം എടുത്തു, ഇനി രണ്ടാമത്തെ മുസ്ലിം അടുത്ത റൊട്ടേഷൻ ചാർട്ട് പ്രകാരം ഇയാൾ ചിലപ്പോൾ 85ാമതായിരിക്കും. അപ്പൊ അവിടെ നിന്നുള്ള ആളായിരിക്കും അടുത്തത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പോയി നമ്മളുടെ ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ ഒരു കാസ്റ്റ് ഈഴവ അല്ലെങ്കിൽ മുസ്ലിം ഈ കാസ്റ്റുകളുടെ നിയമനം തീർന്നു എങ്കിൽ അവരെ പിന്നെ സപ്ലിയിൽ നിന്ന് എടുത്തു തുടങ്ങും. മെയിൻ ലിസ്റ്റിൽ അവരുടെ എണ്ണം ഫുള്ള് തീർന്നാൽ പിന്നെ നമ്മൾ സപ്ലിയിൽ നിന്ന് എടുക്കും. ഡിസേബിൾഡ് പേഴ്സൺസിനെ ആണെങ്കിലും ഈ ഒരു ഈഴവ, മുസ്ലിം, EWS ഈ കാറ്റഗറി എല്ലാം എന്ത് ചെയ്യും, സപ്ലിയിൽ നിന്ന് പിന്നെ എടുക്കും. അതുകൊണ്ട് തന്നെ സപ്ലിയിൽ ഉള്ളവർക്ക് ജോലി സാധ്യത കൂടുതലാണ്. എല്ലാ ലിസ്റ്റുകളിലും സപ്ലിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആദ്യത്തെ 10, 15 വരുന്നവർക്ക് സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതിൽ കൂടുതൽ ഇപ്പോൾ ഒരു 35-ന് മേളിലൊക്കെ വന്നു കഴിഞ്ഞാൽ സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ സപ്ലിയിൽ തന്നെ ആദ്യ ലിസ്റ്റിൽ വരാനുള്ള ശ്രമം തുടങ്ങണം. അപ്പൊ സപ്ലിയുടെ കട്ട് ഓഫ് എത്ര എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോ ഈ ഒരു ലിസ്റ്റ് പ്രകാരം നമ്മുടെ ഈ ഒരു കട്ട് ഓഫ് മാത്രമേ അറിയാൻ പറ്റൂ. 65.33 മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ്. അതിൽ താഴെയുള്ളവരാണ് സപ്ലി. ഇനി മുഴുവൻ റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു സപ്ലിക്കാർക്ക് എത്ര മാർക്ക് വരെ വന്നവരെ പരിഗണിച്ചു എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ഇനി സപ്ലിയുടെ കട്ട് ഓഫ് അറിയാൻ നമ്മൾ അല്ലെങ്കിൽ പിന്നെ എല്ലാ അതിനകത്ത് ഉൾപ്പെട്ടവരുടെ മാർക്കൊക്കെ ചോദിച്ച് അതൊക്കെ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ നന്നായി പഠിക്കുക. നല്ല രീതിയിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യുമ്പോൾ ആ മാർക്ക് നിങ്ങളിൽ ആഡ് ചെയ്യപ്പെടുകയും നിങ്ങൾ സപ്ലിയിൽ 1ാമതോ 2ാമതോ ഒക്കെ എത്താനുള്ള സാധ്യത കൂടും. വളരെ മികച്ച രീതിയിൽ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. സപ്ലിയിൽ തന്നെ നിങ്ങൾ ഏറ്റവും ആദ്യം എത്താനുള്ള ശ്രമം തുടരുക. അപ്പോൾ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടും. ആദ്യം ഒരു 10-15 സപ്ലിയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ജോലി നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു കിടിലമായി ഇനി നിങ്ങൾ അങ്ങ് മെയിൻ ലിസ്റ്റിൽ എത്തുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ സപ്ലി കിടക്കുന്നവരെ ഇനി മെയിൻ ലിസ്റ്റിൽ എത്തത്തില്ല. നിങ്ങളുടെ സപ്ലി തന്നെ നിങ്ങൾ 1ാമത് 2ാമതിലോട്ട് മാറും. അല്ലാതെ നിങ്ങൾ ഇനി മെയിൻ ലിസ്റ്റിലോട്ട് ചാടത്തില്ല. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് UP ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതുപോലെ തന്നെയാണ് LPSA ലിസ്റ്റ്. താണ്ട് ഈ കാണുന്നതാണ് ഒരു LPSAയുടെ ലിസ്റ്റ്. സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ തന്നെ ഇത് തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റാണ്. ഇവരുടെ ഒരു ശമ്പളം 35,000 75,000 ആ ഒരു റേഞ്ചാണ്. 27/2024 നടന്ന ലിസ്റ്റാണ്. LP സ്കൂള് ടീച്ചറിന്റെ ലിസ്റ്റാണ്. മെയിൻ ലിസ്റ്റിൽ കണ്ടോ ഇത്രയും പേരുണ്ട്, കൂടുതൽ ആളുകളും ഉണ്ട് കണ്ടോ മെയിൻ ലിസ്റ്റിൽ. സപ്ലി ലിസ്റ്റിൽ ഈഴവ, തീയ, വില, അതുപോലെ ഷെഡ്യൂൾ കാസ്റ്റ്, മുസ്ലിംസ്, ഷെഡ്യൂൾ ട്രൈബ്, ലാറ്റിൻ കത്തോലിക്, OBC, വിശ്വകർമ്മ, SIUC, ക്രിസ്ത്യാനിറ്റി, ധീവര, ഹിന്ദു നടർ, EWS, പിന്നെ നമ്മളുടെ ഡിസേബിൾഡ് പേഴ്സൺസ്. ഇത്രയും പേരുടെ സപ്ലി ലിസ്റ്റ്. ഇവിടെ മെയിൻ ലിസ്റ്റിൽ 580 പേർ ഉൾപ്പെട്ടു. സപ്ലിയിൽ 550 പേർ, 13 പേർ ഡിസേബിൾഡ് പേഴ്സൺസ്. 1143 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 1143 പേരാണ്. ഇവിടെ കട്ട് ഓഫും കുറവാണ് UPയേക്കാളും. ശമ്പളം ഏകദേശം ഒക്കെ ഒരുപോലാണ് അല്ലെ, വലിയ ഒരു 5,000-ന്റെ ഒക്കെ ഡിഫറൻസേ വരുന്നുള്ളൂ. കട്ട് ഓഫ് കുറവാണ്, 41.67 ആണ് കട്ട് ഓഫ്. അപ്പോൾ ഈ ഒരു മാർക്കിൽ കൂടുതൽ വാങ്ങിച്ചവരാണ് മെയിൻ ലിസ്റ്റിൽ കിടക്കുന്നത്. അതിൽ താഴെയുള്ളവരാണ് സപ്ലി ലിസ്റ്റിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എണ്ണവും ഒക്കെ അറിയാം, എത്ര മാർക്ക് നമുക്ക് കിട്ടി ഏകദേശ ധാരണയും കിട്ടും. ഇനി ഇവർക്കും ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ നന്നായി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ സപ്ലിയിലുള്ള ഒരാൾ ഏറ്റവും മുന്നിലെ റാങ്ക് വന്നാലേ ജോലി സാധ്യതയുള്ളൂ. അതുപോലെ മെയിൻ ലിസ്റ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ളൂ. ഇന്റർവ്യൂ നന്നായി പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾക്ക് ജോലി സാധ്യത കുറയും, നിങ്ങൾ താഴോട്ട് പോകും, മറ്റുള്ളവർ മുന്നോട്ട് കയറി വരും. അപ്പോൾ നമ്മൾ ജോലി സാധ്യത കുറയും. അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ജോലി, അതായത് ഇനി അടുത്ത എക്സാം ഈ വർഷം പോയി ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നേടിയെടുക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, എക്സാം എഴുതിയപ്പോൾ തന്നെ LP UP ലോങ് ടേം ബാച്ച് അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്, സ്റ്റഡി ടൈം ടേബിൾ ഉണ്ട്, ഡെയിലി എക്സാം ഉണ്ട്, SRT ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ വൈസ് ക്ലാസ്, മോക്ക് എക്സാംസ് ഉണ്ട്, ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്.
നൈറ്റ് മോഡ് കമ്പൈൻഡ് സ്റ്റഡി. എക്സാം വരെയാണ് വാലിഡിറ്റി. ഫീസ് 12,000 രൂപയാണ്. നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾക്ക് ഉടൻ മുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പൊ റെക്കോർഡ് ക്ലാസ്സിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു ഓഫ്ലൈനിലാണ് പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് തലവേദന, ആ ക്ലാസ് നഷ്ടപ്പെട്ടു. ഇന്ന് നിങ്ങൾ പോയപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ബോറടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് സമയത്തും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇരുന്ന് പഠിക്കാം. വെളുപ്പിന് എണീക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം പഠിക്കണമെങ്കിൽ മലയാളം, അങ്ങനെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ക്ലാസ്സുകൾ മാറ്റാം. സൈക്കോളജി പഠിക്കണം വൈകിട്ട്, അപ്പോൾ തന്നെ അത് പഠിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റും. നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ വീക്ക് ആ സബ്ജക്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്നു ആ ടൈമിലൊക്കെ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ജോലി സാധ്യത വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ധൈര്യമായി ജോയിൻ ചെയ്യാം. ഇനി നമ്മുടെ ക്ലാസ്സുകൾ AZB യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നോക്കാമെങ്കിൽ തന്നെ നിരവധി ക്ലാസ്സുകൾ കാണാം. ക്ലാസ്സുകളുടെ ക്വാളിറ്റി കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. കാര്യം ക്വാളിറ്റിയിൽ നമ്മൾ അത്രയും ഉറപ്പ് നൽകുന്നു. മികച്ച രീതിയിലുള്ള പഠനമാണ്. മികച്ച രീതിയിൽ നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുകയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഈ ക്ലാസ്സുകൾ നയിക്കുന്നത്. അപ്പോൾ പേയ്മെന്റ് നിങ്ങൾ കണ്ടു. ഇത് എക്സാം വരെയുള്ള ബാച്ചാണ്. എക്സാം വരെയാണ് ഈ ഒരു ബാച്ച് ഉള്ളത്. നിങ്ങൾക്ക് എക്സാം വരെ പ്രിപ്പയർ ചെയ്യാനുള്ള അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ലിസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഇനി മെയിൻ ലിസ്റ്റ് കണ്ടാൽ എങ്ങനെയാണ് മെയിൻ ലിസ്റ്റ്, എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കട്ട് ഓഫ് എന്താണ് വന്നത് എന്ന് നിങ്ങൾ കണ്ടു. ഇങ്ങനെയാണ് ഓരോ ജില്ലകളുടെയും വന്നത്. നിങ്ങൾക്ക് ഓരോ ജില്ലകളുടെയും അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ കണ്ടോ, ഇപ്പോൾ ഒരു ഈഴവ കാറ്റഗറി എടുക്കുമ്പോൾ ഇത്രയും കുട്ടികളുണ്ട്. ഇതിനകത്ത് നമ്മൾ സപ്ലൈ നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ട് ആദ്യ റാങ്കുകളിലേക്ക് 1, 2, 3 എന്നുള്ള രീതിയിൽ 1, 2 അതിലേക്ക് എത്താൻ പറ്റും. എന്നാലേ നമുക്ക് ജോലി സാധ്യതയുള്ളൂ. നമ്മൾ ഈ ലാസ്റ്റിൽ ഇരിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അത് തന്നെയാണ് മെയിൻ ലിസ്റ്റിന്റെയും കാര്യം. മെയിൻ ലിസ്റ്റിൽ ഇത്രയും കുട്ടികളുണ്ട്. അതിൽ നമ്മൾ നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലേ നമുക്ക് ആദ്യ റാങ്കുകളിലോട്ട് നമ്മുടെ മാർക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകും. കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ മാർക്ക് വാങ്ങിച്ചു, എഴുതിയെടുത്ത് മാർക്ക് വാങ്ങിച്ചു, പക്ഷേ ഇന്റർവ്യൂവിൽ മാർക്ക് കുറഞ്ഞ് നമ്മൾ താഴെയായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.